ജസലിൻ്റെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് മേക്കപ്പ് എടുക്കുക, അതേപോലെ തന്നെ നല്ല നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുക എന്നതാണ്. അത് സാക്ഷാത്കരിച്ച് കൊടുത്തിരിക്കുകയായിരുന്നു ആര്യൻ. ആര്യൻ്റെ കയ്യിൽ നിന്ന് നവീൻ്റെ ബാൻഡ് കിട്ടിയിരുന്നു. അങ്ങനെ അത് എറിഞ്ഞ് നമ്മുടെ ജസലിന് കൊടുക്കുന്നു. ജസലിന് ഭയങ്കര സന്തോഷമായി, ഡ്രസ്സെല്ലാം കിട്ടുമെന്ന് കരുതി. ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു ജസൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയായിരുന്നു. ജസലിന് ഡ്രസ്സുകളൊന്നും തന്നെ കിട്ടുകയില്ല, ജസലിന് ആ ബാൻഡ് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ബാൻഡ് ജസൽ കൊടുക്കുന്നത് എല്ലാവരും പറഞ്ഞു അഭിലാഷിന് കൊടുക്കണമെന്ന്. കാരണം അഭിലാഷിന് ഷോക്സിൻ്റെ ആവശ്യം അത്യാവശ്യമായതുകൊണ്ട് തന്നെ അഭിലാഷിന് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അഭിലാഷ് പോയി ജസലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ ഫൗണ്ടേഷൻ്റെ പേരിൽ വലിയൊരു ബഹളം തന്നെയായിരുന്നു നടന്നത്. അനുമോളും നമ്മുടെ ജസലും തമ്മിലായിരുന്നു. ഫൗണ്ടേഷൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ബിഗ് ബോസ് ജസലിന് ഡ്രസ്സ് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ 2 പേര് കയറിയിട്ടുണ്ടായിരുന്നു. അവർ ജസലിൻ്റെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ജസലിനോട് ബിഗ് ബോസ് 3 തവണ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, കയ്യിലുള്ള സാധനങ്ങളെല്ലാം തിരികെ കൊടുക്കുക. പക്ഷേ ജസൽ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പനിഷ്മെൻറ്റ് ആയിട്ടായിരിക്കും ബിഗ് ബോസ് ഡ്രസ്സുകളൊന്നും കൊടുക്കാത്തത്. പക്ഷേ ബിഗ് ബോസ് വീട്ടിലുള്ളവരെല്ലാവരും കരുതുന്നത് ജസലിൻ്റെ പെട്ടി ലാലേട്ടൻ അയച്ചതുകൊണ്ട് തന്നെ ജസലിന് ഡ്രസ്സുകളൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇത് ലഭിക്കാത്തതെന്നാണ്. എന്താണെങ്കിലും ജസലിന് ഡ്രസ്സ് കിട്ടാത്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ആണുങ്ങൾക്കും അതിൽ നല്ല വിഷമമുണ്ടെന്നാണ് നമ്മുടെ അനുമോളും ചൈത്യയും കൂടെ പറയുന്നത്. എന്നാലല്ലേ അവർക്കൊക്കെ അവൾ അതിട്ടിട്ട് നടക്കുന്നത് കാണുകയുള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ അക്ബറിനെയാണ് അനുമോൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.